ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാസ് ബ്ലൂംസ്. അങ്ങനെ നമ്മൾ മീന മസ്ജിദിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വിശാലമായ കുറേ മുറികളുള്ള സ്ഥലം. ഇതേ കണ്ടോ, വലിയൊരു നടുമുറ്റം. ഈ കാണുന്നതാണ് മീന ബസാർ. അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് കൊട്ടാരത്തിന് പുറത്തേക്ക് പോകാൻ അനുവാദമില്ലായിരുന്നു. സ്ത്രീകൾക്ക് ആവശ്യമുള്ള സൗന്ദര്യ വസ്തുക്കളെല്ലാം ഈ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചിരുന്നത്. നിങ്ങൾ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഹോൾസ് കണ്ടോ, അതിൻ്റെ അകത്ത് രാത്രി കാലങ്ങളിൽ കച്ചവടം നടക്കുമ്പോൾ മീന ബസാറിൽ വെളിച്ചത്തിനായിട്ട് വിളക്കുകൾ കൊളുത്തിയിരുന്നത് അതിൻ്റെ അകത്താണ്. തൊട്ടുമുകളിൽ വലതുവശത്ത് കാണുന്നതാണ് ദിവാനി കാസ്. ഇവിടെ വെച്ചാണ് രാജാവും മന്ത്രിമാരുമായി അതുപോലെ മറ്റ് അതിഥികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ഷാജഹാൻ ചക്രവർത്തി മുംതാസിനെ ആദ്യമായിട്ട് കണ്ടതും ഇവിടെ വെച്ചാണെന്നാണ് പറയുന്നത്. ഇവിടെ കുറേ മുറികളുണ്ട്. ഞാൻ അതൊക്കെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുക. കണ്ടിട്ടും തീരുന്നില്ല. 4000-ഓളം ജോലിക്കാർ ഉപയോഗിച്ചിരുന്ന മുറികളാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം അടച്ചിട്ടിരിക്കുക. അപ്പൊ എനിക്കൊരു കാണാൻ ആകാംക്ഷ തോന്നി. ഞാൻ ആ ഊട്ടേ കൂടെ നോക്കുവാണേ. ഞാനിപ്പോ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാവോ ഗൈസ്? ജഹാംഗീർ ചക്രവർത്തിയുടെ ഇരിപ്പിടമാണ് ഗൈസ്. ബെൽജിയത്തിൽ നിന്നും കൊണ്ടുവന്ന വളരെ വിലയേറിയ ഒരു കല്ലുകൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ആഗ്ര ഫോർട്ട് പിടിച്ചടക്കാൻ വേണ്ടി നടന്ന ഒരു യുദ്ധത്തിൽ ഒരു പീരങ്കി ഉണ്ട വന്ന് ഇതിൽ വീഴുകയും ഈ കാണുന്ന വിള്ളലുണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങ് ദൂരെ നോക്കിയേ, വീണ്ടും താജ്മഹൽ. അപ്പോൾ ഗായ്സ്, ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.